ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പോലല്ല ഇപ്പോഴത്തെ സാഹചര്യം. ഇതൊരു അന്താരാഷ്ട്ര അഴിമതിയാണ്. ആ അഴിമതിയിൽ നിന്നും ഊരിപ്പോവുക പ്രയാസമാണ്. എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് അമേരിക്കയുടെ അഴിമതി വിരുദ്ധ സേന കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദാനിയുടെ സാമ്രാജ്യത്തെ ഇത് ഗൗരവമായി ബാധിച്ചെന്ന് വരാം. അമേരിക്ക ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതോടെ മറ്റു പല രാജ്യങ്ങളും അദാനിയുമായുള്ള കച്ചവടം അവസാനിപ്പിച്ചെന്ന് വരാം. അമേരിക്കയിലെ തിരിച്ചടി വാർത്ത പുറത്തു വന്ന അന്ന് തന്നെ നൈജീരിയ 30 വർഷത്തേക്ക് അവരുടെ ഏറ്റവും വലിയ വിമാനത്താവളം പണിയാനുള്ള കരാറിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നൈജീരിയയിൽ അത് വലിയ വിവാദമായിരുന്നു. നൈജീരിയൻ കോടതി അതിലിടപെട്ടിരുന്നു. പ്രതിപക്ഷം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഒട്ടും സമയം കളയാതെ ആ കരാർ റദ്ദാക്കിക്കൊണ്ട് നൈജീരിയൻ പ്രസിഡന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ലോകവ്യാപകമായി അദാനിയുടെ കച്ചവടത്തിന് വലിയ തിരിച്ചടി കിട്ടുന്ന പ്രത്യാഘാതമുണ്ടാക്കുന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇന്ത്യയുടെ അദാനിക്ക് വലിയ തിരിച്ചടി തന്നെയാവും. ഇന്ത്യയിലാവട്ടെ ഇത് വലിയ രാഷ്ട്രീയ വിവാദവുമാകും. കഴിഞ്ഞ കുറെ കാലമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിയെ അദാനിയുടെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഇനിയുള്ള യുദ്ധം തുടരുക.